പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്. ഇതോടെ കൃഷിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന കൺമണി പഴയ കാര്യങ്ങളെല്ലാം മറന്നുകളയാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്നു. കൃഷ് സാർ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഇത് ശരിയാണോ? കൃഷ് സാർ എന്നെ കൺമണി, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുവന്നു എന്നത് ശരി തന്നെയാണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷേ നിന്നെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം. എനിക്ക് അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിന്നെ വന്ന് കണ്ട് ക്ഷമ പറഞ്ഞത്. എൻ്റെ കൂടെ നീ ഉണ്ടാകണം കൺമണി. കൃഷ് സാറെ, ഞാൻ കൃഷ് സാറിനെ വിട്ടു പോവുകയില്ല. ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് കൃഷ് സാറിന്. കാരണം കൃഷ് സാറിനെ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇതോടെ എല്ലാ പ്രശ്നവും മാറിയിരിക്കുകയാണ് അവർ തമ്മിലുള്ളത്. കാര്യങ്ങൾ ഇതോടെ നല്ല രീതിയിൽ അവസാനിക്കും എന്ന് കരുതിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൃഷ്. എന്നാൽ ഇതേ സമയം കൃഷിനെയും കൺമണിയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. സുമിത്ര വരുണിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. സുമിത്രയെ കണ്ടതിനെ തുടർന്ന്, ഓ, നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ? ആ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. ഇപ്പോൾ എങ്ങനെയുണ്ട് വരുണേ? കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ മുന്നിലേക്ക് പോകുന്നുണ്ടോ? എന്തു കുഴപ്പമില്ലെന്നാ പറയുന്നേ? ഇവിടെ നിന്ന് എനിക്കിപ്പോൾ എണീക്കാൻ പോലും പറ്റില്ല. ആ കൃഷ്, അവൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതിന് എനിക്ക് പ്രതികാരം ചെയ്യണം. ആ കൺമണി എനിക്ക് നഷ്ടമായി, അതിനും തിരിച്ചടിക്കണം. ഞങ്ങൾ സഹായിച്ചാലോ? ഞാൻ ആരുടെ സഹായം വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ ആ കാര്യം തുറന്നു പറയുകയാണ്. എനിക്ക് വേണ്ടത് ആ കൃഷിൻ്റെയും കൺമണിയുടെയും പതനം മാത്രം. എൻ്റെ ജീവൻ്റെ അവസാന തുടിപ്പ് അതിനുവരെ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ്. ഓഹോ, നീ പേടിക്കാതിരിക്കേ. അവനെ കൊടുക്കാനുള്ളതെല്ലാം ഞാനും വക്കീലും ചേർന്നുകൊണ്ട് ശരിയാക്കാം. അത് കേട്ടാൽ മതി. കൂടെ നിൽക്കാൻ ഞാനും തയ്യാറാ. എനിക്കും അവൻ്റെ അന്ത്യം തന്നെയാണ് കാണേണ്ടത്. അതിനു വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും. കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എനിക്ക് കാണണം നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക എന്നത്. അത് കാണാം. നീ ഇനി ഈ ബെഡിൽ കിടന്ന് റെസ്റ്റ് എടുക്കുക. കളി ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അത് മതി, അത് കേട്ടാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആ കൃഷിൻ്റെ പതന വാർത്ത അറിയുന്നതിനായി. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര. വക്കീലെ, നീക്കങ്ങൾ തുടങ്ങിക്കോ. ഇവനെ ഉപദ്രവിച്ചത് കൃഷാണ്. അതിനുള്ള ശിക്ഷ അവന് ലഭിച്ചിരിക്കണം. ഈ ചതിയിൽ അവൻ വീണിരിക്കണം. മനസ്സിലായോ? അത് ഏറ്റു മേഡം. ഇനി കൃഷി പുറം ലോകം കാണില്ല. അതിനുള്ള പണികളെല്ലാം ഞാൻ കൊടുത്തുകൊള്ളാം. ഞാനാണ് വാക്കു തരുന്നത്. ഇതേ തുടർന്നാണ് തനിക്ക് നേരെ അപകടം വരുന്നുണ്ട് എന്നുള്ള കാര്യം കൃഷ് അറിയാനിടയാകുന്നത്. ഇതോടെ കൃഷ് ഒന്ന് പകച്ചു പോവുകയാണ്. പക്ഷേ കൺമണിയും കൂടെ നിന്നതിനെ തുടർന്ന് തിരിച്ചടികളുമായി മുന്നിലേക്ക് അവർ വരികയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.